ഫ്രണ്ട്സ് നമസ്കാരം. വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കറി ചെയ്യാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ 1.5 കിലോ കോഴിയെടുത്ത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 3 സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞതും, 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും 2 ഏലക്കായയും 2 കരയാമ്പൂവും 2 തക്കോലും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 8 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, 1/2 ടീസ്പൂൺ കുരുമുളകും, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കനിലില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി അരിഞ്ഞതും, 1/4 കപ്പ് തൈരും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നമ്മളുടെ ചിക്കനിൽ ഈ മസാല നല്ലപോലെ തന്നെ കൈ വെച്ച് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കണ്ടില്ലേ? ഇനി 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചില്ലേ കറുകപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും തക്കോലും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്നിങ്ങനെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തന്നെ ഇളക്കി നമ്മുടെ തക്കാളിനെ വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് വരണേ. അപ്പോൾ തക്കാളി നല്ലപോലെ തന്നെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മസാല പരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റോളം നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി 1.5 കപ്പ് വെള്ളം നമ്മൾ ചിക്കൻ മസാല പരട്ടി വെച്ച പാത്രമില്ലേ അതിൽ എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാനിത് അടച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിട്ടൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി വറ്റി വരാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി അടച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിക്ക് എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ ചിക്കൻ കറി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.